ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു. ഇന്ദ്രസ്തുതി. വിശുദ്ധ സത്വാകാരവും തപോമയവും അത്യന്ത ശാന്തവുമായ അവിടുത്തെ വൈകുണ്ഠ സ്വരൂപത്തെ രജസ്തമോ ബുദ്ധികളായ അജ്ഞന്മാർക്ക് എങ്ങനെ അറിയാൻ കഴിയും? മായാമയനായ ഗുണപ്രവാഹത്തിൽ മുങ്ങി രാഗലോഭാദി വികാരങ്ങൾക്ക് വശംവദന്മാരായി കഴിയുന്ന മൂഢന്മാർ അവിടുത്തെ മഹിമയെ അറിയുന്നില്ല. അത്യന്ത സത്യമൂർത്തിയും ജ്ഞാനമയനുമായ അങ്ങേക്ക് രാഗലോഭാദി വികാരങ്ങളുടെ സ്പർശലേശം പോലുമില്ല. എങ്കിലും അപ്പോഴപ്പോൾ ധർമ്മസംരക്ഷണത്തിനും അധർമ്മനാശത്തിനും വേണ്ടി ഖലന്മാരെ നിഗ്രഹിക്കുകയും അപരാധികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. സകല ജീവരാശികളുടെയും അമ്മയും അച്ഛനും ഗുരുവുമെന്ന് വേണ്ട സർവസ്വമായി വിളങ്ങുന്നു അവിടുന്ന്. എന്നെപ്പോലുള്ള അജ്ഞന്മാർക്ക് അവിടുത്തെ തത്താദൃശ്യമായ മഹിമയെ അറിയാതെ അഹങ്കരിച്ചു ദുർമാർഗത്തിൽ ചരിക്കുമ്പോൾ ശിക്ഷിച്ച് നേർവഴിയിലേക്ക് നയിക്കുന്നതും അവിടുത്തെ അനുഗ്രഹം തന്നെ. അപ്രകാരമെല്ലാമുള്ള അവിടുന്ന് ഐശ്വര്യമതം കൊണ്ട് അഹങ്കരിച്ച് അവിടേക്ക് അപരാധിയായി തീർന്ന ഈ മൂഢനെ ക്ഷമിച്ച് അനുഗ്രഹിക്കുമാറാകണേ. മേലിൽ ഇത്തരം ദുർബുദ്ധി ഇവന് ഉണ്ടാവാൻ ഇടവരരുതേ. അങ്ങയുടെ പാദഭക്തന്മാരുടെ ശ്രേയസ്സിനും ഇതരന്മാരുടെ നാശത്തിനും വേണ്ടിയാണല്ലോ അവിടുത്തെ അവതാരം തന്നെ. അതിനാൽ എന്തെല്ലാം അപരാധങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ച് അവിടുത്തെ പാപഭക്തന്മാരുടെ കോടിയിൽ ഇവനെയും ഉൾപ്പെടുത്തണേ. വസുദേവപുത്രനായി അവതരിച്ച് പരമപുരുഷനായ ഹേ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഇച്ഛയ്ക്കനുസരിച്ച് അപ്പോഴപ്പോൾ അതാത് സ്വരൂപത്തെ സ്വീകരിച്ച് ജഗത്തിൽ ധർമ്മസംരക്ഷണം ചെയ്യുന്ന സർവസ്വരൂപനും വിജ്ഞാനമൂർത്തിയുമായ ഹേ ദേവദേവ, അങ്ങേക്ക് നമസ്കാരം. അങ്ങയെ ധിക്കരിച്ച് ഗോകുലനാശത്തിനു വേണ്ടി ഞാൻ ചെയ്ത എൻ്റെ എല്ലാ അപരാധങ്ങളെയും അവിടുന്ന് പൊറുക്കണേ. അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ എൻ്റെ എല്ലാ അഹങ്കാരങ്ങളും അടക്കി ഗുരുവായും രക്ഷിതാവായും എന്നു വേണ്ട എൻ്റെ സർവസ്വമായി അങ്ങേ ശരണം പ്രാപിക്കുന്നു, അനുഗ്രഹിക്കണേ എന്നിങ്ങനെ സ്തുതിച്ച് ഭഗവാന്റെ തൃക്കാൽക്കൽ വീണു സാഷ്ടാംഗം നമസ്കരിച്ച ഇന്ദ്രനെ ഭഗവാൻ കാരുണ്യത്തോട് കൂടുംവണ്ണം അനുഗ്രഹിച്ച് അനന്തരം ഇന്ദ്രനോട് പറഞ്ഞു: ഐശ്വര്യം കൊണ്ട് അന്ധനായി തീരുമ്പോൾ എന്നെ മറക്കാൻ ഇടവരുന്നു. ഇന്ദ്രശ്രീ കൊണ്ട് അന്ധനായി എന്നെ മാനിക്കാനോ സ്മരിക്കാൻ പോലുമോ വയ്യെന്ന നിലവന്നു. അത് ആപൽക്കരമാണ്. അതിൽ നിന്ന് അങ്ങയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് പരിഭവം വേണ്ട. എന്നെ സ്മരിച്ചും എന്നെ മുൻനിർത്തിയും എന്നിൽ അർപ്പിച്ചും തന്നെ എല്ലാം ചെയ്തു പൊയ്ക്കോളൂ. സ്വർഗത്തിൻ്റെയും മറ്റു ലോകങ്ങളുടെയും ആധിപത്യ ശ്രീ കൊണ്ട് സുഖിക്കൂ. ഭഗവാന്റെ വാക്കുകേട്ട് ഇന്ദ്രൻ ഏറ്റവും സന്തോഷിച്ചു. താൻ സ്വർണകുംഭത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആകാശഗംഗാജലം കൊണ്ട് ഭഗവാനെ സകല ലോകങ്ങളുടെയും ചക്രവർത്തിയാക്കി പട്ടാഭിഷേകം ചെയ്തു. അനന്തരം കാമധേനുവും തൻ്റെ പയസ്സുകൊണ്ട് ഭഗവാനെ പശുക്കളുടെയും വേദങ്ങളുടെയും ദേവന്മാരുടെയും ലോകങ്ങളുടെയും ഇന്ദ്രനാക്കി അഭിഷേകം ചെയ്തു. വീണ്ടും നമസ്കരിച്ചു. ഭഗവാന്റെ ആശിസ്സോടുകൂടി ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് യാത്രയായി. വിശേഷ സംഭവങ്ങളൊന്നും ഇല്ലാതെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഏകാദശി ഉപവസിച്ച് പിറ്റേന്ന് ദ്വാദശി നാൾ പ്രഭാതത്തിൽ നന്ദഗോപൻ തീർത്ഥസ്ഥാനത്തിനു വേണ്ടി യമുനാ നദിയിലേക്ക് പോയത്. വെള്ളത്തിലിറങ്ങി മുങ്ങി. അതോടെ താണുപോയി. പൊന്തി വന്നില്ല. ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ പരിഭ്രമത്തോടെ വെള്ളത്തിലിറങ്ങി തിരയാൻ തുടങ്ങി. എത്ര തിരഞ്ഞിട്ടും യാതൊരു തുമ്പുമുണ്ടായില്ല. ജനങ്ങളുടെ നിലവിളി കേട്ട് ഭഗവാനും അവിടെ എത്തി. സംഗതി മനസ്സിലായി. നന്ദഗോപനെ കാണാനില്ലെന്ന്. ഉടനെ ഭഗവാൻ അച്ഛൻ മുങ്ങിയ സ്ഥലത്തേക്ക് ചാടി താനും മുങ്ങി. ഭഗവാൻ നേരെ വരുണലോകത്തേക്കാണ് പോയത്. വരുണന്റെ ഒരു ഭൃത്യൻ നന്ദഗോപനെ പിടിച്ചുകൊണ്ട് വരുണലോകത്തേക്ക് പോയതായിരുന്നു. അവിടെ എത്തിച്ചേർന്ന ഭഗവാനെ വരുണദേവനും പരിവാരങ്ങളും കൂടി ആവേശത്തോടുകൂടെ പൂജിച്ച് ബഹുമാനിച്ചു. ഭഗവാന്റെ ആവശ്യം മനസ്സിലാക്കിയ വരുണൻ വേഗം നന്ദഗോപനെയും അനവധി ദിവ്യരത്നങ്ങളെയും കാഴ്ചവെച്ച് നമസ്കരിച്ചു. അച്ഛനോടും വരുണന്റെ
കാഴ്ചദ്രവ്യത്തോടും കൂടി ഭഗവാൻ മടങ്ങി. കാളിന്തിയിലൂടെ തന്നെ പൊന്തി കരയ്ക്ക് കയറി. ഈ അത്ഭുത വൃത്താന്തം നന്ദഗോപൻ എല്ലാ ഗോപന്മാരെയും അറിയിച്ചു. അവർക്കെല്ലാവർക്കും ഭഗവാന്റെ ഈശ്വരത്വം കൂടുതൽ ബോധ്യമാവുകയും ചെയ്തു. രാസക്രീഡ. അനന്തരം 5 അധ്യായങ്ങളെ കൊണ്ട് അത്യന്ത പാവനമായ രാസക്രീഡയാകുന്ന മഹാലീലയുടെ വർണ്ണനമാണ്. പൂതനാമോക്ഷം, ശകടാസുരവധം തുടങ്ങിയ ലീലകളെ കൊണ്ട് എല്ലാ അസുരന്മാരെയും, ഗോവർദ്ധനോദ്ധാരണം കൊണ്ട് ഇന്ദ്രാദി സർവദേവന്മാരെയും, വത്സസ്ഥേയം കൊണ്ട് ബ്രഹ്മാവിനെയും, നന്ദമോക്ഷം കൊണ്ട് വരുണനെയും, ദാവാഗ്നിമോക്ഷം കൊണ്ട് അഗ്നിദേവനെയും, വിപ്രപത്നി അനുഗ്രഹം കൊണ്ട് മനുഷ്യരെയും വിജയിച്ച് താൻ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാണ് കേവലം 11 വയസ്സ് മാത്രം പ്രായമുള്ള ബാലസ്വരൂപിയായ ഭഗവാൻ രാസക്രീഡയാകുന്ന മഹാലീലയ്ക്ക് ഒരുങ്ങിയത്. അങ്ങനെ തന്നെ അത്യന്ത ബാല്യം മുതൽക്ക് തന്നെ ആകർഷകങ്ങളായ ദിവ്യ ലീലകളെ കൊണ്ട് ഗോപികളെ തന്നിലേക്ക് ആകർഷിച്ച് അവരിൽ കൃഷ്ണ പ്രേമമാകുന്ന ഈശ്വരഭാവം അവരറിയാതെ അങ്കുരിപ്പിച്ച് വളർന്നു ഗൃഹ കുടുംബ ധന ധാന്യാദി വസ്തുക്കളിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും കേവലം അകറ്റി കൃഷ്ണൈക ശരണകളാക്കി തീർത്ത് കൃഷ്ണനെ കാണാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാൻ വയ്യെന്ന നിലവരുത്തി കാളിയ മർദ്ദനം കൊണ്ട് അഹങ്കാരത്തെയും വസ്ത്രാപഹരണം കൊണ്ട് സ്ത്രീ പുംസത്വ വ്യത്യസ്ത ഭാവത്തെയും ശരീരാഭിമാനത്തെയും അകറ്റി മത്സ്യസ്ഥേയം കൊണ്ട് ഈശ്വരൻ്റെ സർവാത്മഭാവത്തെ ബോധിപ്പിച്ച് ക്രമേണ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് സമ്പൂർണത വരുത്തി എല്ലാം മറന്ന് കൃഷ്ണൈക ശരണകളും കൃഷ്ണഭാവം കൊണ്ട് എപ്പോഴും ഉന്മത്തകളും അന്യഭാവത്തിൻ്റെ സ്ഫുരണം പോലും ഇല്ലാത്തവരുമാക്കി തീർത്ത് കൃഷ്ണൻ്റെ പരമ ഐക്യത്തോടു കൂടാതെ ഒരു നിമിഷം പോലും ഇനി ജീവിക്കാൻ വയ്യെന്ന നില വരുത്തി തീർത്ത പുണ്യാന്തരീക്ഷത്തിലാണ് ഗുരു ശിഷ്യനെ നിർവികൽപതയിലേക്ക് നയിക്കും പോലെ ഭഗവാൻ ഗോപികളെ രാസക്രീഡയ്ക്ക് ക്ഷണിക്കുന്നത്. രാസക്രീഡ എന്ന ദിവ്യലീല സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേർന്ന് നടത്തിയ വൈകാരികമായ സംഭോഗ വിശേഷമാണെന്ന് ധരിക്കുന്നുവെങ്കിൽ അതിൽ പരം മഹാപാപം മറ്റൊന്നില്ല. പുരാണങ്ങളിലെ എല്ലാ കഥകളും നിഗൂഢങ്ങളായ വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞുവല്ലോ. കൂടാതെ ഈ ദശമസ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം നിരോധവുമാണ്. നിരോധമെന്ന ശബ്ദത്തിന് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമെന്നും അവയെ എങ്ങനെ അകറ്റാമെന്നുമാണ് നിർവചനം. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ തടസ്സം അഹങ്കാരവും അതിൽ നിന്നുണ്ടാകുന്ന വികാരവുമാണെന്നും അവ ഭക്തി കൊണ്ടേ അകലൂ എന്നുമാണ് ആചാര്യൻ്റെ അഭിപ്രായം. ഭക്തി പ്രേമസ്വരൂപിണിയാണ്. ലൗകിക പ്രേമം സോപാധികവും ഈശ്വര പ്രേമം നിരുപാധികവുമാണ്. ഇതേ വ്യത്യാസമുള്ളൂ. നിരുപാധികമായ ദിവ്യപ്രേമത്തിൻ്റെ സ്വരൂപത്തെ സാധാരണ ജനങ്ങൾക്ക് ഊഹിക്കാൻ പോലും വയ്യ. അപ്പോൾ ഉപാധികളിലൂടെ വർണ്ണിച്ച് കാണിക്കാനേ നിവൃത്തിയുള്ളൂ. മാതാപിതാക്കന്മാരും പുത്രനും തമ്മിലും, സ്നേഹിതന്മാർ തമ്മിലും, നായികമാർ തമ്മിലും, ഗുരുവും ശിഷ്യനും തമ്മിലും ഒക്കെയാണല്ലോ സോപാധിക പ്രേമത്തിൻ്റെ വളർച്ച. അങ്ങനെയൊക്കെ ഇതിൽ വർണ്ണിച്ച് കാണിച്ചിട്ടും ഉണ്ട്. മറ്റൊരു പദാർത്ഥത്തിൽ കലർത്തി അനുഭവിക്കുമ്പോൾ തന്നെ പഞ്ചസാര മധുരമാണെങ്കിൽ യാതൊരു പദാർത്ഥത്തിലും കലർത്താതെ പഞ്ചസാരയെ തന്നെത്താൻ അനുഭവിക്കുമ്പോൾ എത്ര വലിയ മധുരമായിരിക്കും. ഇതുപോലെ ഉപാധികളോട് കൂടി ചേരുമ്പോൾ തന്നെ പ്രേമം മധുരമാണെന്ന് പ്രത്യക്ഷമാണ്. അപ്പോൾ നിരുപാധികം കൂടി ആയാലത്തെ കഥ പറയാനുണ്ടോ? ഇതാണ് ഈശ്വര പ്രേമം. അത് മധുരത്തിൽ വെച്ച് മധുരവും അത്യന്തം ആസ്വാദികരവുമാണ്. അതിനെ ഉപാധിയിലൂടെയല്ലാതെ എങ്ങനെ വർണ്ണിക്കാനാണ്? പ്രേമവർണ്ണനയ്ക്ക് ഏറ്റവും പറ്റിയ ഉപാധി നായിക ഭാവമാണ്. അതാണ് രാസക്രീഡയ്ക്ക് മറ്റെല്ലാ ലീലകളെക്കാളും ആസ്വാദ്യതയും ശ്രേഷ്ഠതയും ദിവ്യതയും ഉണ്ടായതും. നിരുപാധികമായ ദിവ്യപ്രേമത്തിൻ്റെ പ്രവാഹമാണ് രാസക്രീഡ, അല്ലാതെ ലൗകികമായ ലൈംഗിക പ്രേമമല്ല രാസക്രീഡ.
പ്രസ്തുത ലീലയുടെ നായകനായ കൃഷ്ണനിൽ നമുക്ക് രണ്ട് ഭാവമേ കാണാൻ പറ്റൂ. ഒന്ന് 11 വയസ്സായൊരു കുട്ടി, ഇത് ബാഹ്യഭാവമാണ്. മറ്റൊന്ന് സർവശക്തനും ഗുണാതീതനുമായ ഈശ്വരൻ, അത് ആന്തരഭാവമാണ്. ഇതിൽ ഏത് ഭാവത്തിലൂടെയാണ് നമുക്ക് രാസക്രീഡയിൽ വൈകാരിക ചേഷ്ടയെ ബോധിക്കാൻ കഴിയുന്നത്? 11 വയസ്സായൊരു ബാലൻ ഒട്ടേറെ യുവതികളെ രമിപ്പിച്ചുവെന്നും ആ ബാലനിൽ പ്രൗഢകളായ അസംഖ്യം സ്ത്രീകൾ അനുരക്തകളായി ഒരേ സമയത്ത് രമിച്ചുവെന്നും പ്രസ്തുത ബാലനെ കാണാതായപ്പോൾ പ്രൗഢകളായ യുവതികൾ വിരഹതാപം കൊണ്ട് ഖിന്നകളായി എന്നും പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ തന്നെ നാമരൂപങ്ങളിൽ നിന്നും ഗുണധർമ്മങ്ങളിൽ നിന്നും അതീതനും ആത്മാരാമനും സർവാന്തര്യാമിയും ആയ ഈശ്വരൻ പ്രാകൃതമായ ശരീരധർമ്മത്തിൽ രമിച്ചുവെന്ന് പറയുന്നതും അയുക്തം തന്നെ. അപ്പോൾ പിന്നെ എവിടെയാണ് രാസക്രീഡയിൽ ദാമ്പത്യലീല? അതാണ് ദിവ്യപ്രേമത്തിൻ്റെ പ്രവാഹമാണ് രാസക്രീഡയെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. കൃഷ്ണനോട് കൂടി ചേർന്നുള്ള അഭേദാനുഭൂതിയാണ് ഗോപികൾ അനുഭവിച്ചത്. അതിനെ തന്നെയാണ് നിർവികൽപ ഭാവം എന്ന് പറയുന്നത്. രാസക്രീഡ അനുഭവിച്ച ഗോപികളുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാർ അവിടെ തന്നെ ഉള്ളതായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നതെന്ന് ആചാര്യൻ തന്നെ പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഗോപന്മാർ തങ്ങളുടെ ഭാര്യമാരായി കണ്ടിരുന്നത് ശരീരത്തെയാണ്. ഈശ്വരനോട് ചേരലാകുന്ന രാസക്രീഡയ്ക്ക് പോയത് ശരീരമല്ല, ജീവനാണ് എന്നല്ലാതെ മറ്റെന്താണ് ഇതിനർത്ഥം? അപ്പോൾ രാസക്രീഡ എന്നത് സ്ത്രീയും പുരുഷനും ചേർന്നുള്ള കളിയല്ല, ജീവനും ഈശ്വരനും ചേർന്നുള്ള കളിയാണെന്ന് വ്യക്തമാവുന്നുണ്ടല്ലോ. അതിനൊക്കെ പുറമെ ഗോപികൾക്ക് വേണ്ടത്ര ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ വളർത്തി തൻ്റെ ദിവ്യത്വം കൊണ്ട് സമ്പൂർണമായി ആകർഷിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ. ഗുരു ശിഷ്യന്മാരെ ആകർഷിക്കുന്നത് ദിവ്യത്വം കൊണ്ടാണ്. എന്നാൽ കാമുകൻ കാമുകിമാരെ ആകർഷിക്കുന്നത് ശരീരഭംഗി കൊണ്ടും ശൃംഗാരഭാവങ്ങളെ കൊണ്ടുമാണ്. ഭഗവാൻ ഗോപികളെ ആകർഷിച്ചത് തൻ്റെ ദിവ്യത്വം കൊണ്ടാണെന്ന് വ്യക്തമാണ്. പൂർവ്വലീലകളെ കൊണ്ട് അവർക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള തടസ്സങ്ങളെ സമ്പൂർണമായി അകറ്റിയിരുന്നുവെന്നും വ്യക്തമാണ്. കൂടാതെ പുരഞ്ജനോപാഖ്യാദി പൂർവ്വകഥകളിൽ തത്വങ്ങളെ എപ്രകാരം രൂപമായി ചിത്രീകരിച്ചു തത്വധ്രുവങ്ങൾക്കനുയോജ്യമായ ഭാവഹാവങ്ങളെ വർണ്ണിച്ചുവോ അതുപോലെ എല്ലാ കഥകളും ഗ്രഹിക്കേണ്ടതാണെന്ന പുരാണ സമ്പ്രദായത്തെ ബോധിക്കുന്ന പക്ഷം ഇവിടെ ജീവനെയാണ് ഗോപസ്ത്രീയാക്കി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. ജീവന്മാർ അനേകവും ഈശ്വരൻ ഏകനുമാണെന്ന കാരണത്താൽ ഗോപികൾ അസംഖ്യവും കൃഷ്ണൻ ഒന്നു മാത്രമായി തീർന്നു. ഈ വെളിച്ചത്തിലൂടെ നോക്കുമ്പോൾ പരമകാഷ്ഠയെ പ്രാപിച്ച ഈശ്വര പ്രേമം കൊണ്ട് ശുദ്ധി വന്ന ജീവൻ ഈശ്വരനെ കണ്ട് ഈശ്വരനോട് കൂടിച്ചേർന്ന് അഭേദാവസ്ഥയെ അനുഭവിക്കലാണ് ജീവ ഐശ്വര്യ ഐക്യസ്വരൂപമായ നിർവികൽപ സമാധിയാണ് രാസക്രീഡയെന്ന് ബോധ്യമാവും. അതാണ് രാസക്രീഡയുടെ അപ്രമേയമായ മാഹാത്മ്യവും. ഏതായാലും ജീവേശ്വര ഭാവത്തെ മറന്ന് സ്ത്രീ പുരുഷ ഭാവത്തോടെ ദിവ്യമായ രാസക്രീഡാലീലയെ സ്മരിക്ക പോലും ചെയ്യരുതെന്നാണ് ആചാര്യൻ്റെ അനുശാസനം. അതിനാൽ രാസക്രീഡ ശ്രവണത്തിനു മുമ്പ് അതിൻ്റെ ദിവ്യതയും ജീവൈശ്വര്യമാകുന്ന സ്വരൂപവും ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും. ഒരു ജീവൻ ഈശ്വരനോട് എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് ഗോപികളുടെ ഭാവത്തിലൂടെ വ്യഞ്ജിപ്പിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു പൊന്തി വൃന്ദാവനവും യമുനാതീരവും പാലൊളി നിലാവിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരത്കാല രാത്രിയിൽ ഭഗവാൻ തനിക്ക് വശകയായ മായാദേവിയോടുകൂടി ഒരു ദിവ്യ ലീല നടത്താൻ തീർച്ചപ്പെടുത്തി. ചന്ദ്രപ്രകാശത്തിൽ പാൽ സമുദ്രം പോലെ വിളങ്ങിയ വൃന്ദാവന ഭൂവിൽ അത്യന്ത മനോഹരമായ സ്വരൂപത്തിൽ എഴുന്നള്ളിയ ഭഗവാൻ അമൃതായമാനമായ ബ്രഹ്മനാദത്തെ വേണുവിലൂടെ പ്രവഹിപ്പിച്ച് ഉത്ബുദ്ധ ജീവന്മാരെ ഗോപികളെ തട്ടിയുണർത്തി. ദിവ്യമായ ആ നാദബ്രഹ്മം വായുവിലൂടെ കർണങ്ങളിലേക്കും കർണങ്ങളിലൂടെ മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും ബുദ്ധിയിൽ നിന്ന് ആത്മാവിലേക്കും ആഞ്ഞിറങ്ങിയടിച്ചതോടെ മോഹിതകളായ ഗോപികൾ എല്ലാം മറന്ന് ഏതോ ഒരു വൈദ്യുത ശക്തിയാൽ ബലാൽ നയിക്കപ്പെടുന്നവരെന്ന പോലെ വൃന്ദാവനത്തിലേക്ക് ഓടാൻ തുടങ്ങി. അവരോരോരുത്തരും ഓരോ വൃത്തികളിൽ വ്യാപൃതകളായിരുന്നു. സ്നാനം, ഭോജനം, ശുശ്രൂഷണം, ഗൃഹകൃത്യം, ഗോദോഹനം തുടങ്ങി
പലതരം വൃത്തികളിൽ വ്യാപൃതകളായിരുന്ന ഗോപികൾ അതാത് കൃത്യങ്ങളെപ്പോലും മറന്നുകൊണ്ട് ഓടാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അമ്മമാർ തങ്ങളുടെ കയ്യിലുള്ള കുട്ടികളെ താഴെത്തെറിഞ്ഞും വസ്ത്രമുടുക്കുന്നവർ അത് പൂർത്തിയാക്കാതെ, അതായത് വസ്ത്രമുടുക്കാതെ കൂടിയും ഓടിപ്പോയെന്ന് പറഞ്ഞാൽ അവരുടെ ആവേശം എത്ര വലിയതായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. അങ്ങനെ ഓടിപ്പോകുന്നവരിൽ ചിലരെ പലരും കൂടി തടഞ്ഞു വെക്കാൻ നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും അവരെ ആർക്കും തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. ചിലരെ ബലാത്കാരേണ പിടിച്ച് വീട്ടിനകത്താക്കി വാതിലടച്ചു. പുറത്തു കടക്കാൻ വയ്യാതാക്കി. അവർ ക്ഷണനേരം കൊണ്ട് ശരീരമാത്രകളായി തീർന്നു. അതായത് ധ്യാനം കൊണ്ട് ശരീരം വിട്ട് ജീവമാത്രകളായി ഭഗവാനെ പ്രാപിച്ചുവെന്ന് താല്പര്യം. അങ്ങനെയാണ് ഭഗവാനിൽ നിന്ന് ഒരാൾക്കൊരു പ്രചോദനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അവയ്ക്കൊന്നും ആ ജീവനെ പ്രപഞ്ചത്തിൽ തടഞ്ഞു നിർത്താൻ വയ്യ. അങ്ങനെ തന്നെ ഈശ്വരനിൽ നിന്ന് പ്രചോദനം കിട്ടാതിരിക്കും കാലത്തോളം ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിലെ തടസ്സങ്ങളെ അതിക്രമിച്ച് ഈശ്വരങ്കലേക്ക് ഉയരാനും സാധ്യമല്ല. ഇതാണ് ഗോപികളുടെ പോക്കിൻ്റെയും തടസ്സങ്ങളെ ജയിക്കലിൻ്റെയും ഒക്കെ സ്വരൂപം. ഈ ലോകത്തിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഭഗവത് പ്രചോദനത്തോടെ അവസാനിക്കുന്നു. അതാണ് അവരുടെ കർമ്മങ്ങളൊക്കെ വീണുപോയത്. ഭഗവത് സന്നിധിയിലേക്കുള്ള പ്രയാണം ഒരാൾക്ക് കിട്ടിയാൽ കർമ്മങ്ങളൊക്കെ അതോടെ വീണുപോകും. ആ പോക്ക് തന്നെയാണ് ഗോപികളുടെ കൃത്യബോധമില്ലായ്മയും തങ്ങളെ തന്നെ മറക്കലും എല്ലാം.